വസ്വാബു ഇംതിനാഉ തക്ലീഫിൽ ഗാഫിലി വൽ മുൽജയി. വസ്വാബു ശരി ഇംതിനാഉ തക്ലീഫിൽ ഗാഫിലി വൽ മുൽജയി, അശ്രദ്ധനെയും ഇടറി വീഴപ്പെടുന്നവൻ അവനെയും തക്ലീഫ് ചെയ്യൽ ഷറൈൻ്റെ ഭാഗത്തു നിന്നുള്ള ഓർഡർ അത് തടസ്സമാറുന്നതാണ്. ഇംതിനാഉ തക്ലീഫിൽ ഗാഫിലി വൽ മുൽജയി, ഗാഫിലിനെയും മുൽജയിനെയും തക്ലീഫ് ചെയ്യൽ തടസ്സമാറുന്നതാണ് എന്നതാണ് ശരി. ശരിയെന്ന് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇബാറത്തിട്ടുണ്ട്. ഇതല്ലാത്ത അഭിപ്രായങ്ങൾ അത് ശരിയല്ലാത്തതാണെന്ന് ആരുടെ അഭിപ്രായം? സുബ്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി സവാബു എന്ന് പറയും. അലിവല്ല സഹു എന്നൊക്കെ പറയുമല്ലോ, അലിവസഹീഹു എന്നൊക്കെ പറയുമല്ലോ. വസ്സവാബു ശരി. അമ്മല്ലവലു, ആരാണ് ഈ ഗാഫിൽ മുൽജ്? അതിന് താരീഫ് ഉണ്ടാവും, ഡെഫിനിഷൻ ഉണ്ടാവുമല്ലോ, ശറയ്യ നിർവചനം. അവല് ഗാഫില് മുൽജ എന്ന് പറഞ്ഞ ആദ്യത്തെ ആള് ഗാഫില് അസ്രദ് എന്ന് പറഞ്ഞാൽ വഹുവ മൻ ലായുദിരി, അവൻ ആരാണ്? അവൻ ഒരുവനാണ് ലായുദിരി, അവൻ അറിയുന്നില്ല, അറിവ് നിലവിൽ ഇല്ലാത്ത ഒരാൾ. അത് പലതും ഉണ്ടാവാം. ഉദാഹരണം പറഞ്ഞ കന്നായിമി, ആരെ പോലെ? ഉറങ്ങുന്നവനെ പോലെ. സാഹി, ആരെ പോലെ? അശ്രദ്ധനെ പോലെ. അശ്രദ്ധനെ പോലെ, ഉറങ്ങുന്നവനെ പോലെ ആണ് ഗാഫിൽ എന്ന് പറഞ്ഞ. മനസ്സിലായില്ലേ? അവന് എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ഇപ്പോൾ ഉറങ്ങി കിടക്കുന്ന ഒരാൾ എന്ത് ചെയ്തു? കൈയെടുത്തിന് ഒറ്റ അടിയടിച്ചു. ഉറക്കത്തിലാൽ കൈയടിച്ചു. തൊട്ടപ്പുറത്തൊരു മംഗലം അതിന് അട്ടി വെച്ചിട്ടുണ്ട്. ഈ അടി കൊണ്ട് എവിടേക്കാ? മംഗലത്തിനാണ് ഉണ്ട്. ആ മംഗലത്തിന് അട്ടിയെല്ലാം പൊറിഞ്ഞ് താഴേക്ക് അടി, ആ മംഗലം എല്ലാം പൊട്ടിപ്പോയില്ലേ? നല്ലൊരു നഷ്ടം വരും. ശരിയല്ലേ? അവലെ ഗാഫിലായിരിക്കുന്നയാൾ, അശ്രദ്ധനായിരിക്കുന്നയാൾ. മനസ്സിലായില്ലേ? അയാൾ അശ്രദ്ധയോടെ എന്ത് ചെയ്തു? എഴുന്നേറ്റു. ഒരു ബെഞ്ചിന് ഇരിക്കുകയായിരുന്നു അയാൾ അശ്രദ്ധനായിട്ട് അയാൾ എഴുന്നേറ്റു. എന്നിട്ട് ഇപ്പോൾ ബെഞ്ചിൻ്റെ അങ്ങ് തലക്ക് എന്ത് ചെയ്യേണ്ട ഒരാൾ ഇരിപ്പുണ്ട്. ആ ബെഞ്ച് അങ്ങ് മറിഞ്ഞു. ബെഞ്ച് ഇവിടെ മറിഞ്ഞ അയാൾ നിലത്ത് വീണു. അപ്പോൾ ഇയാൾക്ക് ആ ശ്രദ്ധയില്ല. എന്താണ്? ഈ ബെഞ്ചിൻ്റെ ഇങ്ങേ തലക്ക് ഞാൻ ഇരിക്കേണ്ട, അങ്ങേ തലക്ക് എന്ത് ചെയ്യേണ്ട ഒരാൾ ഇരിപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇയാളെ ശ്രദ്ധ നഷ്ടപ്പെട്ട അവസ്ഥ. അപ്പോൾ ആൾ അറിയുന്നില്ല, ആ കാര്യത്തിലുള്ള ആ അറിവാക്കാന്തില്ല, അപ്പോൾ ഇല്ല. അത്തരത്തിലുള്ള ഈ ആൾക്ക് തക്ലീഫ് തടസ്സമാണ്. തക്ലീഫ് ചെയ്യാൻ കഴിയില്ല. നീ അത് ചെയ്യരുത്. മനസ്സിലായില്ലേ? നീ കൈകൊണ്ട് അടിച്ച് മംഗലം വീഴ്ത്തരുത്. പറ്റൂല്ലോ. ലായുതിരി, അവൻ അറിയുന്നില്ല കേട്ടോ. അപ്പോൾ ലായുതിരി, അവൻ അറിയാത്തൊരുത്തനാണ്. കന്നായിമി, ഉറങ്ങുന്നവനെ പോലെ. വസാഹി, അശ്രദ്ധനെ പോലെ. അപ്പോൾ ആ ഗാഫിൽ എന്ന് വെച്ചാൽ ആരാന്ന് പറയണം കേട്ടോ. വലിയ അന്ന മുക്കത്ത തക്ലീഫി, ആ തക്ലീഫ് തടസ്സമാണ്. എന്ത് തടസ്സമായി? അത് തന്നെ പറയണ്ടേ? അതിന് വിശദീകരണം പറയാണ്. വലിയ അന്ന മുക്കത്ത തക്ലീഫി, കാരണമായും തക്ലീഫ് ഓർഡർ ഷറൈൻ്റെ ഭാഗത്തുനിന്ന് കീർത്തനം വരുന്നതിൻ്റെ തേട്ടം. വിഷയി, ഒരു കാര്യത്തെ കൊണ്ട് കീർത്തനം ചെയ്യുന്നതിൻ്റെ തേട്ടം. നീ ആ മരം വെട്ട്, നീ ആ ചെടി നട്, കീർത്തനങ്ങൾ വരുമല്ലോ. അങ്ങനെയുള്ള കീർത്തനത്തിന് ഉദ്ദേശം എന്താ? വിഷയം എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള കീർത്തനമാവുന്നത് അല്ലിത്തിയാനബി, അതിൻ്റെ തേട്ടമാവുന്നത് അത് കൊണ്ടുവരലാണ്. ഇംതിസാലൻ, അള്ളാഹുവിന് വഴിപ്പെട്ടവനായ നിലയിൽ കൊണ്ടുവരലാണ്. അപ്പോഴാണ് അതെന്താ താഴ്ത്താവുള്ളൂ. മനസ്സിലായില്ലേ? അള്ളാഹുവിന് വഴിപ്പെട്ടവനായ നിലയിൽ എന്താണ്? കൊണ്ടുവരലാണ് അതിൻ്റെ തേട്ടം. അപ്പോൾ അങ്ങനെ വഴിപ്പെട്ടവനായ നിലയിൽ ആ കാര്യത്തെ കൊണ്ട് കീർത്തിക്കുക എന്നതാണ് തക്ലീഫിൻ്റെ തേട്ടം. ഈ കാര്യം അത് കുടികൊള്ളുന്നോ നിലകൊള്ളുന്നോ അലൽ ഇൽമി ബി തക്ലീഫി ബിഹി, ഇതുകൊണ്ട് എന്നെ കീർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇതുകൊണ്ട് എന്നോട് എന്താണ്? ഓർഡർ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന അറിവിൻ്റെ മേൽ എന്താണ്? നിലകൊള്ളുന്നത്. അറിവുണ്ടെങ്കിലല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവർക്കെന്തില്ല? പുറകെ കിടക്കുന്നതിനെന്തില്ല? ആ അറിവ് അപ്പോൾ ഇല്ല. മനസ്സിലായില്ലേ? ഗാഫിലായിരിക്കുന്ന ആൾക്കൊന്നില്ല, ആ സമയത്ത് അറിവ് ഇല്ല. അപ്പം അതാവുന്നത് യതവഖഫു, ഈ ഓർഡറിൻ്റെ ഉദ്ദേശം അത് പ്രവർത്തിക്കുക, ആ അല്ലാഹു തആലയ്ക്ക് വഴിപ്പെട്ടവനായ നിലയിൽ അതിനെ എന്താണ്? കൊണ്ടുവരിക എന്ന ആ കാര്യം നിലകൊള്ളുന്നു. അലൽ ഇൽമി ബി തക്ലീഫി ബിഹി, അതുകൊണ്ട് അവനെ തക്ലീഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന അറിവിന്മേൽ നിലകൊള്ളുന്നതാണ്. ഗാഫിൽ, അടുത്തയാൾ ഗാഫിലാവണം.
അത് അല്ല അവരിപ്പോൾ പറഞ്ഞ ആവൂല കേട്ടോ. ഹാഫിലാവുന്ന ലായല മുതാലി എന്ത് ചെയ്യുന്നില്ല, അതറിയുന്നില്ല. സ്വയം തനിയു തക്കലീഫുവും. അപ്പോൾ അവന് തക്കലീഫ് ചെയ്യലെന്താണ്, തടസ്സമാവുന്നതാണ്. അതാണ് ഇംതിന എന്ന് പറഞ്ഞത്. ശരി, തടസ്സമാണ് എന്ന് പറയാനുള്ള കാരണം അതാണ് കേട്ടോ. സ്വയം തനിയു തക്കലീഫുവും, അതുകൊണ്ടാണ് തക്കലീഫ് ചെയ്യൽ തടസ്സമാണ്. വയിൻ വജബ അലൈഹി ബഅദ യഖ്ലതിഹി ലമാനുമാ അത്ലഫഹു മിനൽ മാൽ. വയിൻ വജബ അലൈഹി, അയാളുടെ മേൽ നിർബന്ധമാകുമെങ്കിലും ശരി, ബാധ യക്ലത്തിഹി, അയാൾ ആ ഗഫലത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം. ഉറക്കത്തിന് വെച്ച് നോക്കുമ്പോൾ എന്താണ്, ഒരു ഇന്ന മംഗലം താഴെ ചാടി പൊട്ടിക്കിടക്കാണ്. മനസ്സിലായില്ലേ? അത് വ്യക്തമായി തൻ്റെ കൈ തട്ടി ചാടി എലി ഓടിയതൊന്നുമല്ല, പൂച്ച ചാടിയതൊന്നുമല്ല, തൻ്റെ കൈ തട്ടിച്ചാടി അങ്ങനെ പൊട്ടിയതാണ് എന്നാണ് മനസ്സിലായി. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രായശ്ചിത്തം, അതിൻ്റെ നഷ്ടപരിഹാരം ആളുടെ മേൽ എന്താവും, നിർബന്ധമാവുമെങ്കിലും ശരി. അല്ല ഇയാളെ ബെഞ്ചിൽ നിന്ന് അടിച്ചപ്പോൾ അപ്പറയുന്ന കാർന്നൊരു വീണുപോയി, അയാളെ എന്താ ഇത് തണ്ടക്കണ്ണി, അല്ലെങ്കിൽ അയാളുടെ നടു പൊട്ടിപ്പോയി, അല്ലെങ്കിൽ കാലൊടിഞ്ഞു, കൈ കുത്തി കൈ പൊട്ടി, മനസ്സിലായോ? അല്ലെങ്കിൽ മറ്റേതിൽ പരിക്ക് പറ്റി. അപ്പോൾ ആ പരിക്കുണ്ടാകാനുള്ള കാരണം എന്താ, ഇയാൾ എണീറ്റതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ അതിൻ്റെ പ്രായശ്ചിത്തം, അതിൻ്റെ പരിഹാരം, പ്രശ്നപരിഹാരം, നഷ്ടപരിഹാരം നിർബന്ധമാവുമെങ്കിലും ശരി, ഓൺ ദി ടൈം അയക്കുന്നില്ല. അയക്കെന്താണ് തക്ലീഫ്, മേടിച്ചെന്നാളെ ഓൺ ദി ടൈം അയക്കുന്നില്ല, തക്ലീഫില്ല. മനസ്സിലായില്ല? വൈൻ വജബ അലൈഹി ബാദത യഖ്ലത്തിഹി, അവൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം അവൻ നിർബന്ധമാവുമെങ്കിലും ശരി, ലമാനുമാ അത്ലഫഹു മിനൽ മാൽ, സമ്പത്തിൽ നിന്നോ നഷ്ടപ്പെടുത്തിയതായ, അവൻ നശിപ്പിച്ചതായ ഒന്നിൻ്റെ പ്രായശ്ചിത്ത നഷ്ടപരിഹാര ഉത്തരവാദിത്വം അവന് നിർബന്ധമാവുമെങ്കിലും ശരി. അപ്പോൾ ഖലാഉ മാ ഫാത്തഹു മിനസ്സലാത്ത്, നിസ്കാരത്തിൽ നഷ്ടപ്പെടുത്തിയതാവുന്ന എന്താണ്, ഖലാവിട്ട്. പിന്നെ 11 മണിക്കൊന്നും ഇറങ്ങിയതാ, 5 മണിക്ക് എപ്പോഴാണ്, 5 മണിക്കാണ്. ഇത് പോയി പുരസ്കാരം പോയി. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ 3 മണിക്ക് ഇറങ്ങി, എണിക്കണ എപ്പോഴാണ്, 7 മണിക്കാണ്. പുരസ്കാരം പോയി, അസുർ പോയി. അല്ലെങ്കിൽ സുബൈക്കും വേണമെന്ന് ഇറങ്ങിയതാ, സുബൈ കഴിഞ്ഞാൽ എണിക്കണേ, സൂര്യൻ ഉച്ച ശേഷം എണിക്കുന്നത്, സുബൈ പോയില്ലേ. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ ആ ഓൺ ദി ടൈം ഉറങ്ങുന്ന ആളായവർക്ക് തക്ലീഫ് ഇല്ലെങ്കിൽ പോലും എണീറ്റാൽ നീ കൊള്ളണം, കലാ വീട്ടിൽ കൊള്ളണം, നഷ്ടപ്പെട്ട് കലാ വീട്ടിൽ കൊള്ളണം കേട്ടോ. കലാവു മാ ഫാത്തഹു മിനസ്സലാത്ത്, നിസ്കാരത്ത് നഷ്ടപ്പെട്ട ഒന്ന് കലാ വീട്ടിൽ നമുക്ക് നിർബന്ധമാകുമെങ്കിൽ ശരി, അവൻ ആ ഗഫലത്തിൻ്റെ ഘട്ടത്തിൽ അവർക്ക് എന്താണ്, തക്ലീഫില്ല. ഫിസമാനി ഗഫലത്തി, അവൻ്റെ ഗഫലത്തിൻ്റെ കാലഘട്ടത്തിൽ അവൻ നഷ്ടപ്പെടുത്തിയതായ ഒന്നിനെ കലാ വീട്ടിൽ അവനക്ക് ആ ഗഫലത്തിൻ്റെ കാലഘട്ടത്തിൽ നശിപ്പിച്ച മാലിൻ്റെ പ്രായശ്ചിത്തവും അവനക്കെന്താണ്, നിർബന്ധമാകുമെങ്കിലും ശരി. എന്തുകൊണ്ട് നിർബന്ധമായി? തക്ലീഫ് തടസ്സമാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തുകൊണ്ട് നിർബന്ധമായി? അതിന് കാരണം വേണ്ടേ? അതിൻ്റെ കാരണം ഈ ഉജൂദി സബബിഹിമാ, ഈ നഷ്ടപരിഹാരത്തിൻ്റെയും കാരണം, നിസ്കാരം കലാ വീട്ടുന്നതിൻ്റെയും കാരണം എന്നാണോ, അത് രണ്ടും എന്താണ് അവിടെ ഉണ്ടായ കാരണമായിട്ട്. ഇവന് ഗഫലത്തിലായിരുന്നു, ശരി, ഓക്കെ, സമ്മതിച്ചു. അവനൊക്കെ ഓൺ ദി ടൈം എന്തില്ല, അപ്പോൾ തക്ലീഫില്ല. പക്ഷേ കാഴ്ചയുണ്ടായി, മംഗലം മുറിയുന്നത് പൊട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ചങ്ങാതി താഴേക്ക് വീണ് എന്ത് ചെയ്തിട്ടുണ്ട്, നടു തൊട്ട് തട്ടിയിട്ടുണ്ട്, നടു പ്രശ്നമായിട്ടുണ്ട്, നിസ്കാരം ഒന്ന് കലായിപ്പോയി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് വുജൂദി സബബിഹിമ, ഇവ രണ്ടിൻ്റെയും സബബ് എന്താണ്, ഉണ്ടായ കാരണമായിട്ട്. അപ്പം അമ്മ സാനി, അപ്പോൾ രണ്ടാമത്തേത് ഔവ ആരാ, ഈ മുൽജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, മനൊരുത്തനാണ്, യുദിരി, അവനെ അറിയുന്നു, അവനക്കറിയാം എന്താണ്, വലിയ മലയുടെ മുകളിൽ താഴേക്ക് വീഴുമെന്നാണ് അവനക്കറിയാം, സംഗതി വിട്ടുപോയി, താഴെ പോയി വീഴും. ഓർമ്മ അപ്പോഴും ഉണ്ടല്ലോ, പോണപോക്കിൽ ഓർമ്മയുണ്ട്, പക്ഷെ ഒന്നും സാധിക്കില്ല, ചെറിയ നിമിഷങ്ങൾ. അപ്പോൾ അപ്പോഴും എനിക്കൊന്നുണ്ട്, ബോധം ഉണ്ടാവും. അപ്പം യുദിരി അവൻ അറിയുന്നുണ്ട്, പക്ഷെ വലാ മന്ദൂഹത്തലഹു, അവർക്ക് യാതൊരു നിവൃത്തിയുമില്ല. അമ്മ ഉൽജിയ ഇലഹി, ഏതൊന്നിലേക്കാണോ അവൻ ഇടറി വീഴ്ത്തപ്പെടുന്നത് ആ ഒന്നിനെ തൊട്ട് യാതൊരു നിവൃത്തിയും അവനില്ല. മോളിൽ നിന്ന് പോരുവാണ്, 5 നില കെട്ടിടത്തിൻ്റെ മോളിൽ തെന്നി താഴേക്ക് പോരുവാണ്. അപ്പോൾ അവർക്ക് മാറാൻ പറ്റുമോ? നിങ്ങൾ ഒന്നും കഴിയില്ല, അതേ പോലും തരുമ്പോൾ ചെല്ലാൻ പറ്റും കേട്ടാ. അങ്ങനെ ഏതേത് സാഹചര്യം നമുക്ക് വരാതിരിക്കട്ടെ, വന്നാൽ അപ്പോഴും നമുക്ക് ഒരു ബിൽ പോരാ ഷാഫിയിലും ചെല്ലാനുള്ള വിൽപ്പുറമാണ്. മനസ്സിലായില്ലേ? അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല കേട്ടോ. കെലിമ ചെല്ലാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കെലിമ ഷാഫി മദ്ഹബ് അനുസരിച്ച് അല്ലേ, അതാണ് ആഖിറുൽ കലാം അല്ലെ, ആഖിർ കെലിമത്ത്. അത് പറയാനുള്ളൊരു ഇത് നമുക്ക് വേണം കേട്ടോ.
അപ്പൊ ഇങ്ങനെ ഇടറി വീഴ്ത്തപ്പെടുന്നയാള് ആ ഇടറി വീഴ്ത്തപ്പെടുന്ന ഏതൊന്നിനെ തൊട്ടാണോ അതിനെ തൊട്ട് യാതൊരു നിവൃത്തി. അവൻ വീഴുന്ന ഒരാളുടെ മേത്തേക്കായിരിക്കാം, ഒരു കന്നാരയുടെ മേത്തേക്കായിരിക്കാം, മനസ്സിലായില്ലേ? അത് വിലപിടിപ്പുള്ള മറ്റേലും വസ്തു എന്തായിക്കോട്ടെ, അമ്മാ ഉൽജേരി ഏതൊന്നിലേക്കാണ് വിടറി വീഴ്ത്തപ്പെടുന്നത് ആ ഒന്നിനെ തൊട്ട് യാതൊരു നിവൃത്തിയുമില്ല. കൽ മുൽക്കാ മിൻ ഷാഹിക്കിൻ, ആരെ പോലെ? ഒരു ഉദാഹരണം പറഞ്ഞാൽ കൽ മുൽക്ക, ഇടറി വീഴ്ത്തപ്പെടുന്ന ആളെ പോലെ, മിൻ ഷാഹിക്കിൻ, ഒരു ചെങ്കുത്തായ മലയിൽ നിന്നും, മലഞ്ചെരിവിൽ നിന്നും, ഒരു ചെങ്കുത്തായ മലഞ്ചെരിവിന്റെ ഉച്ചി ആണ് ഷാഹിക്ക്, അതിന്റെ ഉച്ചിയിൽ നിന്ന് വീഴ്ത്തപ്പെടുന്ന പോലെ. അലാ ഷഖ്സിൻ, ആരെ മേലെ? ഒരു വ്യക്തിയുടെ മേൽ വീഴ്ത്തപ്പെടുന്ന ആളെ പോലെ കേട്ടോ. യഖ്തുലുഹു, ആ വീഴ്ച ആ ഷഖ്സിനെ എന്ത് ചെയ്യും? കൊലപ്പെടുത്തും. ഇവന്റെ 75 കിലോ 80 കിലോ വെയിറ്റുള്ള താഴേക്ക് തന്നെ, ആ താഴേക്ക് വരുമ്പോൾ വെയിറ്റ് പിന്നെയും കൂടി, അല്ലേ? അങ്ങനല്ലേ? വരുമ്പോൾ വെയിറ്റ് എന്ത് ചെയ്യും? പിന്നെയും കൂടി. അത് വന്ന് അതിന്റെ മേത്തേക്ക് വീഴുമ്പോൾ എന്ത് ചെയ്യും? ആ സാധനം അവരോട് എന്ത് ചെയ്യും? വലിച്ചു പോകും കേട്ടോ. യഖ്തുലുഹു, ആ വീഴ്ച എന്താണ്? അതിനെ കൊന്നുകളയും. ആ ഒരുത്തനാവുന്നില്ല, ആ മന്ദൂഹത്തലഹു, നമുക്ക് യാതൊരു നിവൃത്തിയുമില്ല. അനിൽ വുഖൂഇ, അവന്റെ മേല് ആ വീഴ്ച സംഭവിക്കുന്നതിനെ തൊട്ട് യാതൊരു നിവൃത്തിയുമില്ല. അൽ ഖാത്തിലഹു, അവനെ കൊലപ്പെടുത്തി കളയുന്നതായ, ആ ഷഖ്സിനെ കൊലപ്പെടുത്തി കളയുന്ന വീഴ്ചയെ തൊട്ട് യാതൊരു നിവൃത്തിയുമില്ല. ഒഴിഞ്ഞു മാറാനോ തിരിഞ്ഞു മാറാനോ മറിയാനോ മാറാനോ ഒന്നും നിവൃത്തിയില്ലാത്ത ആളാണ്. അതുകൊണ്ട് അവനക്ക് ഓൺ ഡിറ്റൈൻമെന്റ് ഇല്ല, തക്ലീഫില്ല. മനസ്സിലായില്ലേ? ആ അൽ കാത്തിലുഹുംതിനാവു തക്ലീഫിഹി ബിൽ മുൽജയിലി, അപ്പോൾ അവനെ തക്ലീഫ് ചെയ്യലെന്ന തടസ്സമാറുന്നത് ബിൽ മുൽജയിലി, ഏതൊന്നിലേക്കാണോ അവൻ ഇടറി വീഴ്ത്തപ്പെടുന്നത്. ഇപ്പോൾ വ്യക്തി അവിടെ പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു, ഏതൊന്നിലേക്കാണ് ഇടറി വീഴ്ത്തപ്പെടുന്നത് ആ ഒന്നിനെ കൊണ്ട് അവർക്ക് തക്ലീഫ് മുംതനിയായത്. ഔ ബിൻ അഖീലി, അതിന് ഓപ്പോസിറ്റ് കൊണ്ട്. മനസ്സിലായില്ലേ? ഇനി അവന്റെ മേൽ തന്നെ വീഴാം. അതാണ് ആ തക്ലീഫ്. മനസ്സിലായില്ലേ? ഇനി അവന്റെ മേൽ തന്നെ വീഴണം, ആർക്കും പാടില്ല. ഇനി അവന്റെ മേൽ വീഴരുത്, അപ്പുറം പോയി വീഴും. നക്കീല് അവന് ഓപ്പോസിറ്റ്. അതുകൊണ്ടോ അല്ല അത് നക്കീൽ ഓപ്പോസിറ്റ് കൊണ്ടോ ഉള്ള ഏത് നിലയ്ക്കുള്ള തക്ലീഫ് അതെന്താണ്? തടസ്സമാറുന്നതാണ്. എന്തുകൊണ്ട് തടസ്സമായി? ലിയാദമി ഖുദ്റത്തിഹി, ഇതിനെന്താണ്? കഴിവ്, ശേഷിയില്ലാത്ത കാരണമായിട്ട്. അലാദാലിക്ക, ആ തക്ലീഫിന് വിധേയമാകാനുള്ള ശേഷി അവനില്ലാത്ത കാരണമായിട്ട്. ലിയാദമി ഖുദ്റത്തിഹി അലാദാലിക്ക, കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മേലെന്നാണ് അവന് ശേഷിയില്ലാത്ത കാരണമായിട്ട്. എന്നാൽ മുൽജയിലേഹി, കാരണം ഏതൊന്നിലേക്കാണോ അവൻ ഇടറി വീഴ്ത്തപ്പെടുന്നത് അത് വാജിബുൽ വുഖൂഇ, സംഭവിക്കൽ അനിവാര്യമായതാണ്. അല്ലേ? ഗുരുത്വാകർഷണ ബലം താഴേക്ക് പോകുന്നവരടുത്ത് വീഴും, അല്ലേ? അപ്പൊ എന്താണ്? ഇവന് എവിടെയാണ് വീഴാൻ പോകുന്നത് അത് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ മുൽജയിലൈഹി, ഏതൊന്നിലേക്കാണ് ഇടറി വീഴ്ത്തപ്പെടുന്നത് വാജിബുൽ വുഖൂഇ, അത് സംഭവിക്കൽ അനിവാര്യമായതാണ്. അപ്പൊ നഖീലുഹു, അതിന്റെ ഓപ്പോസിറ്റ്, അതിന് മാറി വീഴാം എന്നുള്ളത് ആ ഓപ്പോസിറ്റ് കൊണ്ടുള്ള തക്ലീഫ്. അത് മുംതനിയ, കാരണം എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ആവുന്ന മുംതനിയുൽ വുഖൂഇ, അത് സംഭവിക്കാൻ തടസ്സമാറുന്നതുമാണ്. മാറാൻ കഴിയില്ല. മനസ്സിലായില്ല? മുംതനിയുൽ വുഖൂഇ, സംഭവിക്കാൻ പ്രയാസമായത്, തടസ്സമാറുന്നതുമാണ്. ലാ ഖുദ്റത അലാ വാഹിദി മിനൽ വാജിബി വൽ മുംതനി, സംഭവിക്കാൻ തടസ്സമാറുന്ന നക്കീലിനെ കുറിച്ച്, നക്കീലുമായിട്ടോ എനിക്ക് സംഭവിക്കാൻ അനിവാര്യമായതായ ഏതൊന്നിൻ്റെ മേലാണ് വീഴുന്ന, വാജിബിനെ കൊണ്ടോ വാജിബിനാലോ ഒന്നിൻ്റെ മേൽ ഇവനെന്തില്ല, എനിക്ക് യാതൊരു കഴിവില്ല കേട്ടോ. ഇതാണ് അവിടെ തക്ലീഫ് മുംതനിയാർന്നതാണെന്ന്, അതാണ് ശരിയെന്ന് മുസ്ലിം റഹ്മത്തുള്ളാഹി തആല പറയുന്നതിന് കേട്ടോ.